നമസ്കാരം. പാലത്തായി കേസിൻ്റെ ജനകീയ വിചാരണയുടെ 4ാം ഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ ആദ്യത്തെ അഭ്യർത്ഥന, കഴിഞ്ഞ 3 ഭാഗങ്ങൾ കാണാത്തവർ ആ വീഡിയോകൾ കൂടി കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണണം എന്നുള്ളതാണ്. ഒരു ക്രിമിനൽ കേസിൻ്റെ വിധിന്യായം നാം ഒരിക്കൽ വായിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ 10% പോലും നമുക്ക് നേരെ മനസ്സിലാക്കാൻ സാധ്യമല്ല. ഈ വിധിന്യായം ഞാൻ ഇതിനകം തന്നെ 8ലേറെ പ്രാവശ്യം വായിച്ച് പഠിച്ചു കഴിഞ്ഞു, നോട്ടുകളും തയ്യാറാക്കി. അതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് മനസ്സിലായത്, ഈ പത്മരാജൻ മാസ്റ്ററിനെതിരെ ആ കേസിൽ 1% പോലും തെളിവില്ല എന്നുള്ളതാണ്. എന്നെങ്കിലും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി അദ്ദേഹത്തിൻ്റെ അപ്പീൽ പരിഗണിക്കുമ്പോൾ അദ്ദേഹത്തെ നിരുപാധികം വിട്ടയക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവും ഇല്ല. ഏകദേശം 1 വർഷം മുമ്പ് നമ്മുടെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുകയായിരുന്ന കൊല്ലത്ത് നിന്നുള്ള ഒരു പ്രതിയെ നിരുപാധികം വിട്ടയക്കുകയും അദ്ദേഹത്തിന് 5 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാൻ സർക്കാരിനോട് ആവശ്യപ്പെടുകയും ചെയ്തു. മിക്കവാറും അതേ രീതിയിലുള്ള ഒരു വിധിയായിരിക്കും പത്മരാജൻ്റെ കേസിലും ഹൈക്കോടതി പുറപ്പെടുവിക്കാൻ പോകുന്നത്. എന്നാൽ അതിനകം തന്നെ പത്മരാജനും അദ്ദേഹത്തിൻ്റെ കുടുംബവും അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശിക്ഷ ഏറ്റുവാങ്ങി കഴിഞ്ഞിരിക്കും. കാരണം ഇതൊരു കൊലപാതക കേസ് പോലും അല്ല. ഒരു കൊലപാതകത്തിന് പല കാരണങ്ങളും ഉണ്ടാകാം. ഇവിടെ ഇതൊരു പോക്സോ കേസാണ്. അതായത് ഒരു അധ്യാപകൻ തൻ്റെ വിദ്യാർത്ഥിനിയെ 10 വയസ്സും 6 മാസവും മാത്രം പ്രായമുള്ള ഒരു വിദ്യാർത്ഥിനിയെ ലൈംഗികമായി പീഡിപ്പിക്കുക എന്നുള്ളത്. അത്തരത്തിലുള്ള ഒരു കേസിൽ പ്രതി അയാളുടെ സ്വാഭാവിക മരണം വരെ ജയിൽ ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുക. എന്നെങ്കിലും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി അദ്ദേഹത്തിൻ്റെ അപ്പീൽ പരിഗണിക്കുന്നതുവരെ, അതിന് 6 or 7 ഒക്കെ വർഷങ്ങൾ എടുത്തു എന്നും വരാം. അതുവരെ അദ്ദേഹത്തിൻ്റെ പ്രായമായ അമ്മയും ഭാര്യയും 2 കൊച്ചു കുട്ടികളും കൂടാതെ അവിവാഹിതയായ സഹോദരിയും ഈ സമൂഹത്തിൽ നിന്നും ഏറ്റുവാങ്ങുന്ന അപമാന ഭാരം, അതാണ് ഈ കേസിൽ ഏറ്റവും വലിയ ശിക്ഷ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ഈ കേസ് പഠിക്കുന്നത് പോലെ ലോകത്ത് മറ്റാരും തന്നെ പഠിക്കില്ല എന്നെനിക്ക് ബലമായ വിശ്വാസമുണ്ട്. കാരണം ഞാൻ ചെയ്യുന്നത് അണ്ണാൻ കുഞ്ഞും തന്നാലായതുപോലെ എന്ന രീതിയിൽ കാര്യകാരണ സഹിതം ഈ പത്മരാജൻ കുറ്റക്കാരനല്ല എന്നുള്ള വസ്തുത എത്ര ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുമോ അത്രയും കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. അതിലൂടെ ഈ കുടുംബം അനുഭവിക്കുന്ന അപമാന ഭാരത്തിന് കുറച്ചെങ്കിലും ശമനം വരുത്തുക എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട എൻ്റെ 3ാമത്തെ വീഡിയോ കണ്ടത് കേവലം 42,000 പേർ മാത്രം ആയിരുന്നു. കൂടുതൽ ആൾക്കാർ കാണും എന്നായിരുന്നു എൻ്റെ പ്രതീക്ഷ. എന്നാൽ അതിനുശേഷമാണ് ഞാൻ അറിയുന്നത്, അഖണ്ഡ ഭാരതം എന്നുള്ള ഒരു യൂട്യൂബ് ചാനൽ എൻ്റെ വീഡിയോ അവരുടെ യൂട്യൂബ് ചാനലിലും അപ്ലോഡ് ചെയ്യുകയുണ്ടായി. ഞാൻ നോക്കിയപ്പോൾ ഏകദേശം 52,000 പേർ അതും കണ്ടിരിക്കുന്നു. അപ്പോൾ അതിൽ ഞാൻ അതീവ സന്തുഷ്ടനായി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എത്ര കൂടുതൽ ആൾക്കാർ കാണുന്നോ അത്രയും ഞാൻ സന്തോഷവാൻ ആയിരിക്കും. ആ വീഡിയോയ്ക്ക് എനിക്ക് മോണിറ്റൈസേഷൻ പോലും ഉണ്ടായിരുന്നില്ല, റെസ്ട്രിക്ഷൻ ആയിരുന്നു. അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ആ വീഡിയോ അപ്ലോഡ് ചെയ്തത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എത്ര കൂടുതൽ ആൾക്കാർ കാണുമോ അത്രയും നന്ന്. അതുകൊണ്ട് നിങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുന്നത്, ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ജനങ്ങളിലേക്ക് എത്തിക്കുകയും അതിലൂടെ ആ കുടുംബത്തെ സഹായിക്കാൻ ശ്രമിക്കുകയും ചെയ്യണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ വീഡിയോയും ആർക്ക് വേണമെങ്കിലും ഏത് രീതിയിലും ഉപയോഗിക്കാം. അതിനുള്ള അനുവാദം ഞാൻ തന്നിരിക്കുകയാണ്. നിങ്ങളുമായി ഭാവിയിലും സംവദിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ നിങ്ങളേവരും സബ്സ്ക്രൈബ് ചെയ്യണം എന്നുള്ള ഒറ്റ ആഗ്രഹമേ എനിക്കുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ക്രിമിനൽ കേസിൻ്റെ വിധിന്യായം 1 or 2 പ്രാവശ്യം വായിച്ചതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാകണം എന്നില്ല. ഒരുപക്ഷെ നിങ്ങൾക്ക് ഓർത്തിണക്കേണ്ടി വരുന്നത് 1ാമത്തെ ഖണ്ഡികയിലെ ഒരു സിറ്റുവേഷനും അവസാനത്തെ പാരഗ്രാഫിലുള്ള മറ്റൊരു സിറ്റുവേഷനും അവ തമ്മിലുള്ള പരസ്പര വിരുദ്ധതയും ആയിരിക്കാം. അങ്ങനെ കാര്യങ്ങൾ കണ്ടെത്തുമ്പോഴാണ് ആ വിധിയെ നമുക്ക് വെട്ടിമുറിച്ച് കളയാൻ സാധ്യമാകുന്നത്. അതിനായുള്ള കഠിന ശ്രമത്തിലാണ് ഞാൻ. അതുകൊണ്ടാണ് 2 വീഡിയോകൾക്കിടയിൽ ഞാൻ കൂടുതൽ സമയം എടുക്കുന്നത്. ഞാൻ എൻ്റെ പഠനം അവസാനിപ്പിച്ചിട്ടില്ല. ഞാൻ എൻ്റെ ആദ്യ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഈ വിഷയത്തെ സംബന്ധിച്ച നിരവധി വീഡിയോകൾ ഞാൻ ഇനിയും ചെയ്യുന്നതായിരിക്കും, മറ്റെല്ലാ സബ്ജക്റ്റും മാറ്റിവെച്ചിട്ട്. അതായത് ഭാവിയിൽ ഈ വിഷയത്തെ സംബന്ധിച്ച ഏറ്റവും ആധികാരികമായ രേഖയായി എൻ്റെ വീഡിയോകൾ യൂട്യൂബിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. സാധാരണ ക്രിമിനൽ കേസുകളും പോക്സോയും തമ്മിലുള്ള വ്യത്യാസം കഴിഞ്ഞ എൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു. അതായത് സാധാരണ കേസുകളിൽ ഒരാളെ ശിക്ഷിക്കുന്നതുവരെ അയാൾ നിരപരാധിയാണ് എന്നുള്ള ഒരു ധാരണയായിരിക്കും കോടതിക്ക് ഉണ്ടാവുക. എന്നാൽ ഇവിടെ നേരെ തിരിച്ചിട്ടാണ്. പ്രതി കുറ്റം ചെയ്തു എന്നുള്ള ഒരു മുൻധാരണയോട് കൂടിയിട്ടാണ് കോടതി അയാളെ സമീപിക്കുന്നത്. ആ മുൻധാരണ എപ്പോൾ തുടങ്ങുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അടിസ്ഥാനപരമായി ഇയാൾ കുറ്റം ചെയ്തു എന്നുള്ള കാര്യം പ്രോസിക്യൂഷൻ തെളിയിക്കുമ്പോൾ മാത്രമാണ് ആ മുൻധാരണ ഉടലെടുക്കുന്നത്.
അത്തരത്തിലുള്ള ഒരു പ്രസംഷൻ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട് പ്രതിഭാഗത്തിന് വാദിഭാഗം സാക്ഷികളെ ക്രോസ് വിസ്താരം ചെയ്ത് അവരുടെ മൊഴികൾ വിശ്വാസയോഗ്യം അല്ല എന്ന് തെളിയിക്കാം. അതുപോലെ തന്നെ പ്രോസിക്യൂഷൻ്റെ വാദങ്ങളിലുള്ള കുറ്റങ്ങളും കുറവുകളും കണ്ടെത്തി അവ തെറ്റാണെന്ന് സ്ഥാപിക്കാം. അതുപോലെ തന്നെ സ്വന്തമായിട്ട് എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ അതും ഹാജരാക്കാം. അതുമല്ലെങ്കിൽ ഈ കുറ്റകൃത്യം നടക്കാനുള്ള സാധ്യതയേ ഇല്ല എന്ന് വേണമെങ്കിലും സ്ഥാപിക്കാൻ ശ്രമിക്കാം. പത്മരാജനെ ശിക്ഷിച്ചതിൽ സന്തോഷിക്കുന്ന ആൾക്കാർ പറയുന്നത് ആ ശിക്ഷ എന്ന് പറയുന്നത് ഈ ശാസ്ത്രീയമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ആണെന്നാണ്. എന്നാൽ ഞാൻ കണ്ടെത്തിയ ഏക തെളിവ്, അദ്ദേഹത്തിനെതിരെയുള്ള ഏക തെളിവ്, അദ്ദേഹത്തിന് ലൈംഗിക ശേഷി ഉണ്ട് എന്നുള്ളതാണ്. അഥവാ ഇല്ലായിരുന്നാൽ പോലും കോടതി അദ്ദേഹത്തെ ശിക്ഷിക്കുമായിരുന്നു. കാരണം അദ്ദേഹം ഈ പീഡനം നടത്തി എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ലൈംഗിക അവയവം ഉപയോഗിച്ചായിരുന്നില്ല, മറിച്ച് വിരലുകൾ ഉപയോഗിച്ച് ആയിരുന്നു. അപ്പോൾ ആ റിസൾട്ട് നെഗറ്റീവ് ആയിരുന്നാൽ പോലും അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ സാധ്യമായിരുന്നില്ല. കേരള പോലീസ് അതിൻ്റെ ചരിത്രത്തിൽ നടത്തിയിട്ടുള്ള ഏതെങ്കിലും ഒരു പൊട്ടൻഷ്യൽ ടെസ്റ്റിൽ നെഗറ്റീവായിട്ടുള്ള ഫലം വന്നു കാണുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയം ഉണ്ട്. ഈ കേസിൽ FIR രജിസ്റ്റർ ചെയ്തത് 17/3/2020 ആയിരുന്നു. അതിൽ അതിജീവിത പറഞ്ഞത് ജനുവരി മാസം 15-ാം തീയതിക്ക് മുൻപൊരു ദിവസവും 15-ാം തീയതിയിലും തുടർന്ന് ഫെബ്രുവരി മാസം 2-ാം തീയതിയിലും ആണ് പീഡനം നടന്നത് എന്നാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് ആദ്യം തന്നെ ആ ദിവസങ്ങളിൽ കുട്ടി ധരിച്ചിരുന്നു എന്ന് പറയുന്ന ഡ്രസ്സ്, യൂണിഫോം ഒക്കെ കളക്ട് ചെയ്തതിനു ശേഷം ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചു. അതിൻ്റെ ഫലം വന്നതും പത്മരാജന് അനുകൂലമായിട്ട് ആയിരുന്നു. യാതൊരു വിധത്തിലുമുള്ള തെളിവുകളും അതിൽ നിന്നും കണ്ടെത്താൻ പ്രോസിക്യൂഷന് സാധിച്ചിട്ടില്ല. ഈ കേസിൽ പ്രതിഭാഗം എടുത്ത ഒന്നാമത്തെ ഡിഫൻസ് എന്ന് പറയുന്നത് അലീബി ആയിരുന്നു. പക്ഷേ കോടതി അതിനെ ചെവിക്കൊണ്ടതേ ഇല്ല. എന്താണ് അലീബി? ലിറ്ററലി അതിന് അർത്ഥം എൽസ്വെയർ, മറ്റെവിടെയോ എന്നുള്ള ഒരു മീനിങ് ആണ് അതിന് ഉള്ളത്. സപ്പോസ് തിരുവനന്തപുരത്ത് ഒരു ദിവസം രാവിലെ 10 മണിക്ക് ഒരു കൊലപാതകം നടക്കുന്നു. 3 ദിവസം കഴിഞ്ഞ് പോലീസ് ഒരു പ്രതിയെ പിടികൂടുന്നു. പ്രതി പറയുന്നു, അന്നേ ദിവസം ഞാൻ എറണാകുളത്തായിരുന്നു, ഒരു കല്യാണത്തിൽ പങ്കെടുക്കുകയായിരുന്നു, അതിൻ്റെ വീഡിയോയും മറ്റും എൻ്റെ കയ്യിലുണ്ടെന്ന് പറയുന്നു. എന്നിട്ടും അയാളെ കോടതിയിൽ കൊണ്ടുപോകുന്നു. കോടതിയിലും അയാൾ എത്രയും വേഗം ഈ എവിഡൻസ് കാണിക്കുന്നു. പിന്നെ കോടതിക്ക് അത് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ആ പ്രതിക്കെതിരെ പിന്നെ ഒരു നടപടിയും കോടതിക്ക് എടുക്കാൻ സാധ്യമല്ല. പക്ഷേ ഗൂഢാലോചന കേസാണെന്നുണ്ടെങ്കിൽ ഈ അലീബി സിദ്ധാന്തം നിലനിൽക്കുന്നതും അല്ല. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിച്ചത്? ഈ പത്മരാജൻ്റെ ടെലിഫോണും മറ്റും പരിശോധിച്ച വേളയിൽ ഈ 3 ദിവസങ്ങളിലും പത്മരാജൻ സ്കൂളിൽ ഉണ്ടായിരുന്നില്ല എന്നും അദ്ദേഹത്തിൻ്റെ ടവർ ലൊക്കേഷൻ മറ്റെവിടെയോ ആയിരുന്നു എന്നും തെളിയിക്കപ്പെട്ടു. ആ ദിവസങ്ങളിലെല്ലാം തന്നെ പത്മരാജൻ ലീവിലും ആയിരുന്നു. ഒന്നാം തരം തെളിവാണ്. കാരണം ഈ പ്രതി എന്ന് പറയുന്ന മനുഷ്യൻ ആ സ്കൂളിലോ അതിൻ്റെ പരിസരത്തോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്ന് അവിടെ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടു. എങ്കിലും ഇപ്പോൾ പത്മരാജൻ ജയിലിലാണ് എന്നുള്ള കാര്യം നിങ്ങൾ മറക്കാൻ പാടില്ല. അപ്പോൾ ഈ കേസിൽ എന്തെല്ലാം ഗൂഢതന്ത്രങ്ങളാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് സ്വന്തമായിട്ട് ആലോചിക്കാൻ സാധിക്കും. അപ്പോൾ ഇവിടെ അലീബി വസ്തുനിഷ്ഠമായി തെളിയിക്കാൻ ഈ പ്രതിക്ക് സാധിച്ചു എങ്കിലും കോടതിക്ക് പ്രതിയെ ശിക്ഷിക്കണം. അതുകൊണ്ട് കോടതിയും കൂടി മുൻകൈയെടുത്ത് ഈ കൃത്യം നടന്ന സ്ഥലവും സമയവും ദിവസവും ഒക്കെ അങ്ങ് മാറ്റി. പിന്നെ അലീബി കാണിക്കാൻ പറ്റത്തില്ലല്ലോ. അത്തരത്തിലുള്ള ഒരു ഹീനകൃത്യത്തിനാണ് ബഹുമാനപ്പെട്ട കോടതി കൂട്ടുനിന്നത് എന്ന് നമുക്ക് വിധിന്യായത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും. അത് നമ്മുടെ നീതിന്യായ സംവിധാനത്തിന് തന്നെ എന്നും തീരാത്ത ഒരു കളങ്കമായി അവശേഷിക്കുകയും ചെയ്യും. ഈ കേസിൽ പത്മരാജൻ്റെ അഭിഭാഷകൻ അദ്ദേഹത്തിൽ നിക്ഷിപ്തമായ ജോലി 100% കൃത്യമായി നിർവഹിച്ചിട്ടുണ്ട്. അതുതന്നെയായിരിക്കും അപ്പീൽ കോടതിയിൽ പത്മരാജൻ്റെ ശക്തി. ഈ കേസിൽ പ്രോസിക്യൂഷൻ അതിദയനീയമായി പരാജയപ്പെട്ടു എന്ന് കോടതി തന്നെ പറയുന്നുമുണ്ട്. എന്നിട്ടും നമ്മുടെ പത്മരാജൻ സാർ ഇപ്പോൾ ജയിലിൽ ആണ്. ഇത്തരത്തിൽ ഒരു വിധി പോക്സോ കേസുകളുടെ ചരിത്രത്തിൽ ഒരുപക്ഷെ ആദ്യത്തേതും അവസാനത്തേതും ആയിരിക്കും. ഈ കേസിൻ്റെ വിധിന്യായം തയ്യാറാക്കുന്നതിൽ ബാഹ്യശക്തികൾ ഇടപെട്ട് കാണാനുള്ള സാധ്യത വളരെ ഏറെയാണെന്ന് ഞാൻ കാര്യകാരണ സഹിതം എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അതിൻ്റെ തുടർച്ചയായിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ നമ്മുടെ സാധാരണക്കാർക്ക് പോലും അറിയാവുന്ന ഒരു വസ്തുതയാണ് ഈ അപ്പെക്സ് കോർട്ട് എന്ന് പറയുമ്പോൾ അത് സുപ്രീം കോടതിയാണ് എന്ന്. എന്നാൽ നമ്മുടെ തലശ്ശേരിയിലെ ഫാസ്റ്റ് ട്രാക്ക് കോടതിയിലെ ജഡ്ജിക്ക് അത് അറിയില്ല എന്നാണ് വിധിന്യായം വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്. അതായത് ഹൈക്കോടതിയെപ്പറ്റി പരാമർശിക്കുന്ന വേളയിൽ ബഹുമാനപ്പെട്ട കോടതി ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് അപ്പെക്സ് കോർട്ട് എന്നാണ്. അതേ കോടതി തന്നെ പറയുന്നു, ഈ വിധിന്യായം ഞാൻ വായിച്ചു നോക്കി കറക്ഷൻ കൂടി വരുത്തി എന്ന് പറയുന്നുമുണ്ട്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് നാം ഈ പരാമർശത്തെ ഹൈക്കോടതിയെ പിടിച്ചിട്ട്
അപ്പെക്സ് കോടതിയാക്കുന്ന ബഹുമാനപ്പെട്ട തലശ്ശേരി ഫാസ്റ്റ് ട്രാക്ക് കോടതിയുടെ മായാജാലം നമുക്ക് കാണാൻ സാധിക്കുന്നത്. നാം ആ വിധിന്യായം വായിച്ചു നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും, വളരെ വികലമായ പൂർ ഇംഗ്ലീഷിലാണ് ആ വിധിന്യായം തയ്യാറാക്കിയിരിക്കുന്നത്. അതിൽ നിറയെ ഗ്രാമർ മിസ്റ്റേക്കുകൾ ആണ്. ഫോർ എക്സാമ്പിൾ, കൗൺസിൽ വുഡ് ടേക്കൺ എന്ന് ഈ ലോകത്താരെങ്കിലും അങ്ങനെ ഒരു പ്രയോഗം നടത്തും എന്ന് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ ഇംഗ്ലീഷ് ഗ്രാമറിലെ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് നേരെ ഉപയോഗിക്കാൻ ഈ ബഹുമാനപ്പെട്ട കോടതിക്ക് അറിയില്ല എന്നാണ് ഈ ജഡ്ജ്മെൻറ്റ് വായിക്കുന്നതിൽ നിന്നും നമുക്ക് മനസ്സിലാവും. മിക്കവാറും എല്ലായിടത്തും അത് തെറ്റായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ദ സെയിം ഹാസ് ബീൻ മാർക്കിംഗ് ഇങ്ങനെ ഒരു സെഷൻസ് കോടതി ജഡ്ജി പ്രയോഗിക്കും എന്ന് ആർക്കെങ്കിലും കരുതാൻ സാധിക്കുമോ? അതുപോലെ തന്നെ മറ്റൊരു വിചിത്രമായ പ്രയോഗമാണ്, അത് മിക്കവാറും എല്ലായിടത്തും അങ്ങനെ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, എക്സിബിറ്റ് P11 വുഡ് സീ ദാറ്റ്. എനിക്കിതുവരെയും അതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലായിട്ടില്ല. അപ്പോൾ ഒരാളെ വേണമെങ്കിൽ തൂക്കിക്കൊല്ലാൻ വിധിക്കാൻ അധികാരമുള്ള ഒരു സെഷൻസ് കോടതി, അല്ലെങ്കിൽ ഒരാളെ സ്വാഭാവിക മരണം വരെ ഈ തുറുങ്കിലടയ്ക്കാൻ തക്ക അധികാരമുള്ള ഒരു സെഷൻസ് കോടതി ഇതായിരിക്കും സ്റ്റാൻഡേർഡ് എന്ന് എനിക്ക് സങ്കല്പിക്കാൻ പോലും കഴിയില്ല. ഈ വിധിന്യായം എഴുതിയത് പ്രോസിക്യൂഷൻ തന്നെയാണോ എന്നുള്ളൊരു സംശയവും എനിക്കുണ്ട്. ഇനി അഥവാ കോടതി തന്നെയാണ് എഴുതിയെങ്കിൽ പോലും കഷ്ടമേ എന്ന് മാത്രമേ പറയാനുള്ളൂ. നമ്മുടെയൊക്കെ ഒരു ഗതികേടെന്ന് മാത്രം പറഞ്ഞാൽ മതി. ഇനി നമുക്ക് കേസിലേക്ക് വരാം. സീൻ നമ്പർ 1. 2019 ഡിസംബറിലും 2020 ജനുവരിയിലുമായി പത്മരാജൻ തൻ്റെ ഫേസ്ബുക്കിൽ CAA അനുകൂലിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് ഇടുന്നു. നാം ഓർക്കണം, ഈ ജസ്റ്റിസ് കമാൽ പാഷയെ പോലെ ഉള്ള ആൾക്കാരൊക്കെ പറഞ്ഞിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ CAA നിയമം വന്നു കഴിഞ്ഞാൽ ഇവിടെയുള്ള എല്ലാ മുസ്ലിങ്ങളും കൂടും കുടുക്കയുമായി പാകിസ്ഥാനിലേക്ക് പോകേണ്ടി വരും എന്നാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പാവങ്ങളായ മുസ്ലിങ്ങൾ ഒരുപക്ഷെ അത് വിശ്വസിച്ചും കാണും. എന്തായാലും അവിടെ വലിയൊരു പ്രശ്നമുണ്ടാവുന്നു. ഈ പള്ളികളിൽ ഫത്വ അവർ പുറപ്പെടുവിക്കുന്നു. അതായത് 40ഓളം വരുന്ന കുട്ടികളുടെ മാതാപിതാക്കൾ സ്കൂളിൽ വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. മാനേജ്മെൻറ്റ് പത്മരാജനെ കൊണ്ട് നിർബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് പിൻവലിക്കാൻ പറയുന്നു. അങ്ങനെ ആ ഒന്നാമത്തെ ഭാഗം അവസാനിക്കുന്നു. ഇനി സീൻ നമ്പർ 2, അതായത് ഇത് ഒരു എയ്ഡഡ് സ്കൂളാണ്. അപ്പോൾ അവിടെ കുട്ടികളെ ക്യാൻവാസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടുത്തെ അധ്യാപകർ ആ ഏരിയയിലുള്ള ഭവനങ്ങൾ സന്ദർശിക്കുകയുണ്ടായി. അതിൽ അവിടെ അറബിക് പഠിപ്പിക്കുന്ന ഈ കേസിലെ PW11 ആയിരുന്ന ടീച്ചറും ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ഈ കുട്ടിയുടെ അമ്മാവൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ ആ അമ്മാവൻ അബ്ദുള്ള എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ഈ കേസിലെ 16ാം നമ്പറായിട്ടുള്ള ഈ പ്രോസിക്യൂഷൻ സാക്ഷി ആയിരുന്നു. അദ്ദേഹം ഈ ടീച്ചറോട് ചോദിച്ചു, അല്ലയോ ടീച്ചർ, നിങ്ങൾക്ക് ഈ പത്മരാജൻ മാഷറെ ഏതെങ്കിലും കേസിൽ കുരുക്കി അവിടെ നിന്നും മാറ്റാൻ കഴിയില്ലേ എന്നാണ് ചോദിച്ചത്. ആ ബഹുമാനപ്പെട്ട ടീച്ചർ ഈ കോടതിയിൽ സാക്ഷിയായി വന്ന സമയത്ത്, പ്രോസിക്യൂഷൻ സാക്ഷിയായി വന്ന സമയത്ത് അത് ഈ കോടതിയോട് പറയുകയും ചെയ്തു. അപ്പോൾ ഇങ്ങനെ ഒരു ഐഡിയ ഈ അബ്ദുള്ള എന്ന് പറയുന്ന ഈ അതിജീവിതയുടെ അമ്മാവൻ്റെ മനസ്സിൽ കൂടി പോയിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യവും നാം മനസ്സിലാക്കണം. ഇനി നമുക്ക് സീൻ നമ്പർ 3ലേക്ക് പോകാം. 2020 മാർച്ച് മാസം 16ാം തീയതി. അന്ന് സ്കൂൾ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ആയിരുന്നില്ല, ഈ കോവിഡും മറ്റുമൊക്കെ ആയിരുന്നു എന്ന് തോന്നുന്നു. അന്ന് ഈ അതിജീവിത അതിൻ്റെ കുഞ്ഞമ്മയുടെ വീട്ടിൽ ആയിരുന്നു. ഈ കുഞ്ഞമ്മയുടെ മകളും അതിജീവിതയും ഒരേ ക്ലാസ്സിലായിരുന്നു പഠിച്ചിരുന്നത്. അപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് അവർ അവിടെയായിരുന്നു ഈ കുട്ടി നിന്നിരുന്നത്. അപ്പോൾ ഇവർ തമ്മിൽ സംസാരിക്കുമ്പോഴാണ് അതിൻ്റെ കുഞ്ഞമ്മ എന്തോ ഓവർഹിയർ ചെയ്ത് ഈ കാര്യങ്ങൾ അറിഞ്ഞു എന്നാണ് നമുക്ക് വിധിയിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഉടനെ തന്നെ അവർ കുട്ടിയുടെ അമ്മാവനെ അബ്ദുള്ളയെ വിവരം അറിയിക്കുന്നു. അബ്ദുള്ള അന്ന് അവിടെ എത്തുന്നു. അപ്പോൾ അബ്ദുള്ള പറയുന്നത്, ഈ കുട്ടിയെ ഗർഭിണിയായിരുന്ന സമയത്ത് 10 വർഷം മുമ്പ് ഈ കുട്ടിയുടെ ബാപ്പ മരിച്ചു പോയിരുന്നു. അതിനെ തുടർന്ന് ഈ കുട്ടിയുടെ ഉമ്മ ഡിപ്രഷനിൽ ആയിരുന്നു. അതുകൊണ്ട് ഞാൻ അന്ന് ഈ കുട്ടിയുടെ ഉമ്മയോട് ഈ വിവരം പറഞ്ഞില്ല എന്നാണ് അബ്ദുള്ള കോടതിയിൽ മൊഴി നൽകിയത്. എന്നാൽ അതേ അബ്ദുള്ള തന്നെ പറയുന്നു, ദ വെരി നെക്സ്റ്റ് ഡേ ഈ ഉമ്മയുടെ എല്ലാ ഡിപ്രഷനും മാറുകയാണ് കേട്ടോ. ഞാൻ എന്തുകൊണ്ടാണ് ഇത് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു കാരണമുണ്ട്. അത് നമുക്ക് മറ്റേതെങ്കിലും ഒരു വീഡിയോയിൽ പറയാം. പിറ്റേ ദിവസം ഈ ഉമ്മയുടെ ഡിപ്രഷനൊക്കെ മാറുകയും അബ്ദുള്ള അവരോട് കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്തു. എല്ലാവരും ചേർന്ന് DYSP ഓഫീസിലേക്ക് ഒരു പരാതിയും തയ്യാറാക്കിപ്പോയി. അപ്പോൾ ആ പരാതി ഈ കോടതിയുടെ രേഖകളിലൊന്നും തന്നെ വന്നിട്ടില്ല. കാരണം ആ പരാതിയിൽ പത്മരാജൻ്റെ പേരേ ഉണ്ടായിരുന്നില്ല. DYSP ആ പരാതി പാനൂർ പോലീസ് സ്റ്റേഷനിലേക്ക് അയച്ചു കൊടുത്തതായിട്ടും നമുക്ക് അറിയാൻ കഴിയും. പക്ഷേ അതിൽ ഈ പത്മരാജൻ്റെ പേരുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത.
എന്നിട്ട് 7 മാസം കഴിഞ്ഞിട്ട് നമ്മുടെ ഷെർലോക്ക് ഹോംസ് രത്നകുമാർ കേസ് അന്വേഷണത്തിനായി നിയോഗിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം ഇതിനെ വലിച്ചുകീറി ദൂരെ കളഞ്ഞു. അങ്ങനെ ഒരു പരാതിയെ ഉണ്ടായിരുന്നില്ല എന്നുള്ള ഒരു ധാരണയിലാണ് ഈ കോടതി ഈ വിധി പറഞ്ഞിരിക്കുന്നത്. ഒരു പക്ഷേ ആ പരാതി ഈ കേസിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിരുന്നു എങ്കിൽ അവിടെ തന്നെ ഈ കേസ് അവസാനിക്കുമായിരുന്നു. കാരണം ഈ പ്രതിഭാഗത്തിന് സ്ഥാപിക്കാൻ കഴിയുമായിരുന്നു ഇതൊക്കെ കെട്ടിച്ചമച്ച കഥകളാണ് എന്ന്. ഇപ്പോൾ തന്നെ ദൈർഘ്യം കൂടി എന്നാണ് എനിക്ക് തോന്നുന്നത്. മറ്റൊരു കാര്യം കൂടി ഇന്ന് നിങ്ങളോട് എനിക്ക് പറയണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അത് വേറൊന്നുമല്ല, ഈ അവിടുത്തെ ഈ സ്കൂളിൻ്റെയും കെട്ടിടത്തിൻ്റെയും ഒക്കെ ഒരു ഡയഗ്രാം ഞാൻ തയ്യാറാക്കിയിരുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇതുകൂടി ഞാൻ നിങ്ങളെ കാണിക്കും, എന്താണ് ഏതാണ് എന്നുള്ളത്. കാരണം ഇത് കണ്ട് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ഈ കേസ് ലോകത്ത് ഒരിക്കലും തന്നെ അവിടെ വച്ചിട്ട് ഇത്തരത്തിലൊരു കേസ് നടക്കുക അസംഭവ്യം ആയിരിക്കും എന്ന് ഏവർക്കും മനസ്സിലാക്കാൻ സാധിക്കും. എന്നെന്തായാലും ഇപ്പോൾ സമയം കുറച്ച് അതിക്രമിച്ചു എന്നെനിക്ക് തോന്നുന്നു. അതുകൊണ്ട് മാത്രം ഞാൻ അതിനെക്കുറിച്ചിട്ട് ഇവിടെ പറയുന്നില്ല. അടുത്ത ദിവസം നമുക്ക് ഇതിനെക്കുറിച്ചുള്ള ഒരു ചർച്ചയിലൂടി, അപ്പോൾ നിങ്ങൾക്ക് ഇത് കേൾക്കുമ്പോൾ എവിടെയാണ് ഈ സംഭവം നടക്കുന്നത് എന്നൊക്കെ നിങ്ങളുടെ മനസ്സിൽ കൂടി അങ്ങനെ കടന്നു പോകും. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനും സാധിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ഇതേ വിഷയവുമായി ബന്ധപ്പെട്ട് മറ്റൊരു വീഡിയോയുമായിട്ട് എത്രയും വേഗം ഞാൻ വീണ്ടും നിങ്ങളുടെ അടുത്തെത്താം. അപ്പോൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഏത് രീതിക്കും ഉപയോഗിക്കുക, മാക്സിമം ആൾക്കാരിലേക്ക് ഇത് നിങ്ങൾ എത്തിക്കും എന്നുള്ള പ്രതീക്ഷയോടുകൂടി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.